സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രൂ ടി വി, ശ്രീ സൂരജ് പാലാക്കാരൻ്റെ ട്രൂ ടി വിയെ കുറിച്ച് ഒരു വാക്കെൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം ഓൺലൈൻ മീഡിയയിൽ നല്ലൊരു മാധ്യമമാണ് ട്രൂ ടി വി. മാധ്യമ പ്രവർത്തനം എങ്ങനെയാവണം എന്നതിനൊരു ഉദാഹരണമാണ് സൂരജ് പാലാക്കാരൻ്റെ പരിപാടികൾ. ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രൂ ടി വിയുടെ ഒരു പരിപാടി കാണുകയുണ്ടായി. അതായത് നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഹിന്ദി സംസാരിക്കുന്നവരുടെ ബാഹുല്യം നിമിത്തം പെരുമ്പാവൂര് നാശത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ലഹരിയും മറ്റ് സാൻമാർഗിക ഇടപാടുകളൊക്കെ അവിടെ നടക്കുന്നതായി തെളിവ് സഹിതം ആ വീഡിയോയിൽ കാണിക്കുന്നു. ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ് ഈ വിഭാഗക്കാർ. എങ്കിൽ പോലും ഏത് അതിഥിയായാലും അവർക്കൊരു മാന്യതയും ഒരു സ്വയം മര്യാദയുമൊക്കെ കൂടിയേ തീരും. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം. ആ വിശദാംശങ്ങളിലേക്ക് ഞാനിവിടെ ആ വീഡിയോയുടെ കണ്ടൻറ്റ് ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിരിക്കും. എങ്കിലും സൂരജ് പാലാക്കാരൻ്റെ ആ പ്രവർത്തനത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. മറ്റൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് വൈറലായൊരു കണ്ടൻ്റാണ്. അതായത് ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, അതോ തമിഴ്നാട്ടിലോ എവിടെയോ ഒരു ഭണ്ഡാരത്തിൽ കുനിഞ്ഞ് കാണിക്ക സമർപ്പിക്കുന്നതിനിടയിൽ ഒരു ഭക്തൻ്റെ പോക്കറ്റിലിരുന്ന ഐഫോൺ അബദ്ധവശാൽ കാണിക്ക വഞ്ചിയിലേക്ക് പോകുന്നു. അയാൾ പല വട്ടം അഭ്യർത്ഥിച്ചിട്ടും ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഐഫോൺ തിരിച്ച് നൽകാൻ കൂട്ടാക്കിയില്ലത്രേ. ക്ഷേത്രക്കാരുടെ വാദം ഭണ്ഡാരത്തിൽ വീണതെല്ലാം ഈശ്വരനെ അവകാശപ്പെട്ടതാണ്. അത് കാശാവട്ടെ മൊബൈലാകട്ടെ തുടങ്ങിയ ന്യായങ്ങളാണ് അവർ പറയുന്നത്. അവസാനം ചർച്ചകൾക്കൊക്കെ ശേഷം ആ സിമ്മിനെ മാത്രം ഉടമയ്ക്ക് ഊരി നൽകുന്നു ക്ഷേത്രക്കാർ. ഇതൊക്കെ ഞാനും നിങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ അടുത്തിടെ നിരന്തരം കണ്ട വാർത്തകളാണ്. അപ്പോൾ നമ്മളൊരു സമാധാനം കാക്ഷിച്ചാണ് ദേവാലയങ്ങളിൽ പോകുന്നത്. ഒരു കുഞ്ഞു വിഭാഗം അവിടുത്തെ ബന്ധപ്പെട്ടവരെങ്കിലും ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നു എന്ന് പലരുടെയും വർത്തമാനത്തിൽ നിന്ന് നാം ഒക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വയം അവർ തിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു സമാധാനം കാക്ഷിച്ചാണ് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊക്കെ പോകുന്നത്. അവിടുത്തെ ദേവാലയങ്ങളുമായി ചുക്കാൻ പിടിക്കുന്നവർ ഭക്തരോട് ശത്രുക്കളുടെ കൂട്ട് പെരുമാറുന്നത് ശരിയാണോ എന്ന് ഇക്കൂട്ടർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. ഇനിയെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് പ്രതികരിക്കുക, മൗനം വെടിയുക. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.